ഹലോ ചങ്ങായിസ്, തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആനിവേഴ്സറി വ്ലോഗ്. എന്തായാലും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എന്നെ തന്നെയാണ്, ചൈനക്കാരി എന്നല്ല. പണ്ട് തൊട്ടേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്നെ കാണാൻ ഒരു ചൈന ലുക്കാനുണ്ടോ? അതൊക്കെ പോട്ടെ, വിഷയം മാറിപ്പോകുന്നു. പുറകിൽ മുന്നക്കുട്ടൻ നല്ല ഉറക്കമാണ്. രാവിലെ തന്നെ നമ്മൾ മുറ്റമെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതിനിടയ്ക്ക് ചേട്ടൻ എണീറ്റ് പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് സഞ്ചിക്കുട്ടനും മുന്നക്കുട്ടനും കൂടി അത് കഴുകി വൃത്തിയാക്കണം. പുറകിൽ ഇതാ ഉണ്ണിയപ്പം ഇരുന്ന് കൊതി നോക്കുകയാണ്. ഉണ്ണിയപ്പം നമ്മുടെ പട്ടിയാണ് കേട്ടോ. അതിനുശേഷം അമ്മയാണ് വരുന്ന ഗസ്റ്റുകൾക്കുള്ള കറി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പിക്സ് തന്നു. 20 പീസ് ഫോട്ടോസ് 99 റുപ്പീസിനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ ആളുടെ ID കൊടുത്തേക്കാവേ. ഇതിനിടയ്ക്ക് ലൈറ്റും സൗണ്ട് സിസ്റ്റവും ടേബിളും ചെയറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്താ ഇവിടെ സഞ്ചിക്കുട്ടനും ബാക്കി കസിൻസൊക്കെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കളർ തീം എന്ന് വെച്ചാൽ യെല്ലോയും പിങ്കും ബ്ലാക്കും ആണ്. അതിനൊരു കാര്യമുണ്ട്, എൻ്റെയും ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് ആ ഒരു കളറാണ്. ഞാനൊരു എന്താ പറയുക, പാർട്ടി വെയറും ചേട്ടൻ ക്യാഷ്വലും. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തതും. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആളുടെ വുഡ്ബിയാണ്. അപ്പോൾ ആൾ നേരത്തെ വന്നിട്ട് നേരത്തെ പോയി ആളാണ് എനിക്ക് സാരിയെല്ലാം ഉടുപ്പിച്ച് തന്നത്. ഗ്രീഷ്മ എന്നാണ് കേട്ടോ പേര്. അതിനുശേഷം 7 മണിക്കാണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഫോട്ടോഗ്രാഫറും എൻ്റെ അച്ഛൻ തന്നെയാണ്. പിന്നെ അടുത്തടുത്ത് പറയാനുള്ള കാര്യം കേക്ക്. നമ്മൾ പോത്തങ്കോട് കേക്ക് ഹെവനിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കളർ തീം പറഞ്ഞപ്പോഴേ അവരതിന് ചേരുന്ന ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. റെഡ് ബീയിൽ നല്ല ഒരു അടിപൊളി കേക്ക് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സെറമണിയാണ്. ആക്ച്വലി ഈ ഒരു വർഷം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വർഷത്തെ മെമ്മറീസൊക്കെ ആ ഒരു ടൈമിൽ എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ നമ്മൾ ഗിഫ്റ്റ് എല്ലാം ഷെയർ ചെയ്തു. ഞാൻ കൊടുത്തത് എൻ്റെയും ചേട്ടൻ്റെയും കുഞ്ഞിലത്തെ പിക്ക് കൊളാബ് ചെയ്തിട്ട് ഒരു പടമാണ്. ഒരു പടം വരച്ചിട്ട് അത് ഫ്രെയിമാക്കി കൊടുക്കുകയാണ്. വരച്ച് തന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് വല്ലതും കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ ആളുടെ ലിങ്കും ആളുടെ IDയും ഞാൻ കൊടുത്തേക്കാവേ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള റീസൺ വേറൊന്നുമല്ല, ഞാനിവിടെ പാട്ട് പഠിക്കാൻ വന്നത് ഈ ഒരു ഏജിലാണ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മളെ കുറിച്ച് ഗോസിപ്പൊക്കെ ഉണ്ടായത്. സോ ഞാൻ വിചാരിച്ചു ആ ഒരു രീതിയിൽ ഒരു പിക്ക് കൊടുക്കാമെന്ന്. ചേട്ടാ, ചേച്ചിക്ക് ഇനി എന്താണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള? ചേട്ടാ കൊടുക്കാമോ? എന്തോ കുട്ടിയെ കാര്യമായിട്ട് വരുന്നുണ്ട്. അടിപൊളി. ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് മുന്നേ ചേട്ടൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അവൾക്ക് എന്തോ ചോദിച്ചാൽ അവൾ വേണ്ടെന്ന് പറയും. ഇതൊക്കെ ആകുമ്പോഴത്തേ അവൾക്ക് ഇഷ്ടമുള്ളതാണ്, അവൾ നോക്കും. അതുകൊണ്ടാണ് അതിനങ്ങനെയുള്ള കാര്യം കൊടുക്കാൻ. പിന്നെ എപ്പോഴും എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അതുകൊണ്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജേർണി തുടങ്ങിയിട്ട് 1 വർഷം ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് മുന്നേ പറയാനുള്ളത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു റിലേഷനെ കാട്ടി എടാ പോടാ അങ്ങനത്തെ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ. നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാം എനിക്ക് ഷെയർ ചെയ്യാം. പൊസസീവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുമില്ല. എനിക്ക് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇതിനെക്കാട്ടി മേച്ചായിട്ടുള്ള ഒരാൾ, എൻ്റെ സ്വഭാവത്തിന് ഇതിനെക്കാട്ടി മേച്ചായിട്ട് ഒരാൾ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. 1 വർഷത്തിന് 1 ദിവസം കുറവ്. ആക്ച്വലി നമ്മൾ പണ്ടേ റിലേഷനോ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ സംസാരിച്ച് വീട്ടുകാർ ഉറപ്പിച്ച കല്യാണമാണ്. ഇപ്പോഴും പലർക്കും സംശയമുണ്ടത്, അത് കൂടെ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ചേട്ടാ, ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ചേച്ചിയെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? അവൾ പറഞ്ഞ കണക്ക് തന്നെയാണ്. നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ പോകാൻ പറ്റണമെന്നാണ് ഒരാഗ്രഹം. അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഓക്കെ. വല്യമ്മ എവിടെ? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? 1 വർഷമല്ലേ ആയുള്ളൂ. ഇനി മുമ്പോട്ട് വലിയൊരു ഇത് കിടക്കുന്നു. പക്ഷെ ഇത്രയും നാളത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയൊരു പാവക്കുട്ടിയാണ്.
പിന്നെ വന്ന എല്ലാ ഗസ്റ്റും നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഇതിനിടയ്ക്ക് അച്ഛൻ വീഡിയോ കോൾ ചെയ്തു. അച്ഛന് പറയാനുള്ളത് കൂടെ കേട്ടോളൂ. അല്ല, അവളെ പറ്റി പറയാ ചിന്നുവിനെ. ചേച്ചിയാണെങ്കിൽ വൈബിനൊരു ചേച്ചിയെ കിട്ടി എനിക്ക് തുമ്പി ചേച്ചിയെ പോലെ ഒക്കെ വന്ന ടൈമിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എൻ്റെ ഇതിനൊക്കെ ഒത്ത് ചേരുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അതേ സെയിം ഇതായിട്ട് ഞാൻ ഒത്തു പോകുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ പാരൻസ് മരുമകനെ പറ്റിയിട്ട് പൊക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കത് ഇതിന് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം എൻ്റെ കസിൻസാണ്. കസിൻസ് എന്ന് പറയുന്നതിനെക്കാട്ടി ഇവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം DJ. നമ്മളിതൊന്നും പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് തോന്നി, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. എന്തായാലും ആ ഒരു ആനിവേഴ്സറി ഡേ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു, അടിച്ച് പൊളിച്ചൊരു നൈറ്റായിരുന്നു. പിന്നെ ഏറ്റവും വലിയ താങ്ക് യു പറയാനുള്ള നിങ്ങളുടെ അടുത്താണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലും FBയിലും യൂട്യൂബിലും ഒക്കെ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹം. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആനിവേഴ്സറി ഡേ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിൽ അത് കൂടെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.